ശ്രീ വരദരാജപെരുമാൾ ക്ഷേത്രം, കാഞ്ചീപുരം. ആഴ്വാർമാരാൽ പാടപ്പെട്ട 108 ദിവ്യദേശങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ക്ഷേത്രമാണിത്. ഭൂതത്താഴ്വാർ, പേയാഴ്വാർ, തിരുമങ്കൈ ആഴ്വാർ എന്നീ മൂവരും ഇവിടത്തെക്കുറിച്ച് മംഗലാശാസനം പാടിയിട്ടുണ്ട്. ശ്രീ വൈഷ്ണവരുടെ ഭാഷയിൽ കോയിൽ എന്നാൽ ശ്രീരംഗവും പെരുമാൾ കോയിൽ എന്നാൽ കാഞ്ചീപുരവുമാണ്. ഒരിക്കൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദിവ്യമംഗല ദർശനം ലഭിക്കണം എന്ന സങ്കല്പത്തോടെ ബ്രഹ്മാവ് പുഷ്കരം എന്ന സ്ഥലത്ത് വളരെ കാലം തപസ്സു ചെയ്തു. പ്രസന്നനായ ഭഗവാൻ തീർത്ഥരൂപത്തിൽ ബ്രഹ്മാവിനെ ദർശനം നൽകി. ആ രൂപത്തിലുള്ള ദർശനം കൊണ്ട് തൃപ്തനാവാത്ത ബ്രഹ്മാവ് വീണ്ടും വളരെ കാലം തപസ്സു തുടർന്നു. ഭഗവാൻ നൈമിഷാരണ്യം എന്ന അരണ്യ രൂപത്തിൽ ബ്രഹ്മാവിനെ ദർശനം നൽകി. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ നീരായും നിലമായും ദർശനം നൽകിയിട്ടും ബ്രഹ്മാവിന് തൃപ്തി വന്നില്ല. ശംഖ് ചക്ര ഗദാപദ്മധാരിയായി അർച്ചന വിഗ്രഹ രൂപത്തിൽ ഭഗവാനെ കണ്ട് വന്ദിക്കണം എന്നായിരുന്നു ബ്രഹ്മാവിൻ്റെ ആഗ്രഹം. അതിനായിട്ട് 100 അശ്വമേധയാഗങ്ങൾ നടത്തണമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. 100 യാഗങ്ങൾ എന്നത് കുറേ കാലം എടുക്കും എന്നതിനാൽ കാലതാമസമില്ലാതെ സുലഭമായി അനുഗ്രഹം ലഭിക്കുവാൻ എന്താണ് വേണ്ടത് എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. അതിന് മറുപടിയായി ഭഗവാൻ സത്യവ്രത ക്ഷേത്രം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്തിൽ ചെന്ന് ഒരേയൊരു അശ്വമേധയാഗം നടത്തുവാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കാഞ്ചീപുരത്തുള്ള ഹസ്തിഗിരിയുടെ വടക്ക് ഭാഗത്ത് ബ്രഹ്മദേവൻ യാഗം നടത്തി. ആ യാഗാഗ്നിയിൽ നിന്ന് ഹസ്തിഗിരിനാഥർ എന്ന നാമത്തോടുകൂടി അർച്ചനമൂർത്തിയായി ഭഗവാൻ ഉദ്ഭവിച്ചു വന്ന് ബ്രഹ്മാവിനെ ദർശനം നൽകി അനുഗ്രഹിച്ചു. അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ ചൂട് കാരണം ഉണ്ടായ ഊഷ്ണവടുക്കൾ ഇന്നും ഭഗവാന്റെ തിരുമുഖ കമലത്തിൽ കാണാം. ഈ ദേശത്തിന് ഹസ്തിഗിരി എന്ന പേരു വരുവാൻ കാരണമായ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ സരസ്വതി ദേവി ഇന്ദ്രനെ ഒരു ആനയായി മാറട്ടെ എന്ന് ശപിച്ചു. ഇന്ദ്രൻ ഇവിടെ കാഞ്ചീപുരത്തു വന്ന് തപസ്സു ചെയ്ത് ശാപമോക്ഷം നേടി. അങ്ങനെ ഈ സ്ഥലത്തിന് ഹസ്തിഗിരി എന്ന പേരും ലഭിച്ചു. യാഗത്തിൽ നിന്ന് ഉത്ഭവിച്ച ഉത്സവമൂർത്തിക്ക് ഈ ഹസ്തിഗിരിയിൽ ബ്രഹ്മാവ് ഒരു ക്ഷേത്രം പണിയുവാൻ ആഗ്രഹിച്ചു. ഹസ്തിഗിരി എന്ന ആ മലയ്ക്ക് 24 പടികളും പുണ്യകോടി വിമാനവും പണിതു. വിശ്വകർമാവിനെ കൊണ്ട് അതിമനോഹരമായ ധാരുവിഗ്രഹവും പണിയിച്ചു. പിന്നീട് ചില കാരണങ്ങളാൽ മരം കൊണ്ട് നിർമ്മിച്ച ഹസ്തിഗിരി വർദ്ധനെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് പുഷ്കരണിയിലെ വെള്ളത്തിൽ ഇറക്കി സ്ഥാപിച്ചു. പഴയ സ്ഥലത്ത് ഒരു ശിലാവിഗ്രഹവും പ്രതിഷ്ഠിക്കപ്പെട്ടു. ഭക്തന്മാർ താങ്കളുടെ ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും ദർശിക്കട്ടെ എന്ന് കരുതി 60 വർഷത്തിലൊരിക്കലും പിന്നീട് 40 വർഷത്തിലൊരിക്കലും പുഷ്കരണിയിൽ നിന്ന് അത്തിവർദ്ധരെ വെളിയിൽ എടുത്തു തുടങ്ങി. സമീപത്തുള്ള വസന്തമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് ഒരു മണ്ഡലകാലത്തിനു ശേഷം വീണ്ടും അനന്തസരസ് എന്ന പുഷ്കരണിയിൽ തന്നെ സൂക്ഷിക്കുന്ന പതിവുണ്ട്. 2019 അവസാനമായി അത്തിവർദ്ധരുടെ ദർശനഭാഗ്യം ഉണ്ടായത്. വലിയ തിരക്ക് ഈ സമയത്ത് ഉണ്ടായിരുന്നു. അത്തിവർദ്ധർ എന്നാൽ അത്തിമരം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം എന്നർത്ഥമില്ല. ഹസ്തിഗിരി എന്നത് അത്തിഗിരി എന്നും അത്തിഗിരി വരദർ എന്നുള്ളത് അത്തിവർദ്ധർ എന്നും പറഞ്ഞ് മാറിയതാണ്. ഇവിടുത്തെ ലക്ഷ്മി ദേവിയുടെ തിരുനാമം പെരുന്തേവി തായാർ എന്നാണ്. ഇവിടുത്തെ ബ്രഹ്മോത്സവത്തിൽ 3ാമത്തെ ദിവസം നടക്കുന്ന ഗരുഡസേവ ലോകപ്രസിദ്ധമാണ്. ഒരിക്കൽ കാഞ്ചി വരദരുടെ ഗരുഡസേവ ഉത്സവം കണ്ട് ആസ്വദിച്ച് റോബർട്ട് ക്ലൈവ് എന്ന പ്രഭു വളരെയധികം സന്തോഷത്തോടെ തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്നിരുന്ന മണിമാലയെടുത്ത് വരദർക്ക് സമർപ്പിച്ചു. ക്ലൈവ് മർദ്ദക കണ്ടി എന്ന പേരിൽ ഇപ്പോഴും ഗരുഡസേവയ്ക്ക് ഈ ആഭരണം ഭഗവാനെ ചാർത്താറുണ്ട്. വൈശാഖ മാസത്തിലാണ് ബ്രഹ്മോത്സവം. കൂടാതെ മിഥുനമാസത്തെ ചോതി നക്ഷത്രത്തിൽ
പെരിയാഴ്വാരുടെ ഷാറുമുറൈ പാടുന്ന ആ അവസരത്തിൽ ഗജേന്ദ്രമോക്ഷം നടന്ന കർക്കിടക മാസത്തിലെ പൗർണമി ദിനത്തിലും ഗരുഡസേവ ഭക്തർക്ക് കാണാവുന്നതാണ്. സരസ്വതി ശാപത്തിൽ നിന്ന് ഇന്ദ്രന് മോക്ഷം ലഭിച്ചതിന് സാക്ഷികളായത് 2 പല്ലികളാണ്. ഭഗവാന്റെ സന്നിധിക്ക് പുറകിലായി മേൽക്കരയിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പൊതിഞ്ഞ് ഈ പല്ലികളുടെ രൂപങ്ങൾ കാണാം. ഭക്തന്മാർ ഇവരെ തൊഴാറുണ്ട്. പറഞ്ഞാൽ തീരാത്ത സവിശേഷതകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.